ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് എന്താണ് ഉള്ളത്. ഇപ്പം നമുക്കൊരു ചക്ക കൂട്ടാൻ ഉണ്ടാക്കാം. അതെൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി നൂറു എനിക്ക് ചക്ക കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കച്ചവടം അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത്. പിന്നെ ഉപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഞാൻ കുക്കറൊക്കെ തന്നെ ഉണ്ടാവുന്നു കുലുക്കി കൊടുക്കുന്നത്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 3 വിസിൽ മതി. പെട്ടെന്ന് വേവും ചക്ക. ഇനി അതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളക്, പിന്നെ ഒരു 8 പിന്നെ ചെറിയ ഉള്ളി, 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം, ഇതെല്ലാം കൂടെ ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ച് എടുക്കണം. ഞാൻ കുക്കർ അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചാണ് കേട്ടോ. ഇപ്പോൾ ചക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് കൊടുത്തിട്ടുള്ള തേങ്ങൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ ഇത് നല്ല ടൈറ്റായിട്ടായിരിക്കും. ഇനി അധികം പിന്നെ അടുപ്പത്ത് വെക്കൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കുക. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായാൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ചക്കക്കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബായ്.